വർഷം 12 കഴിഞ്ഞിട്ടും ഇടക്കൊച്ചിയിലെ ഗ്യാസ് ക്രെമിറ്റോറിയത്തിന്റെ പണികൾ ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. സ്ഥലപരിമിതി കൊണ്ട് പ്രദേശത്തെ ജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന ഈ ശ്മശാനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ജനങ്ങൾ പലകുറി ആവശ്യപ്പെട്ടിട്ടും അത് നടപ്പിലാക്കാത്തത് കൊച്ചിൻ കോർപ്പറേഷൻ അധികാരികളുടെ കെടുകാര്യസ്ഥതയാണെന്ന് നാട്ടുകാർ മെട്രോ 7 ന്യൂസിനോട്. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി മൃതദേഹത്തോട് വേണോ അനാദരവ്. ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നവർ അവർക്ക് മോക്ഷം ലഭിക്കുവാനായിട്ട് അവരെ അടക്കം ചെയ്യുന്ന ഒരു ശ്മശാന ഭൂമിയാണ് ഈ സംഗമ ഭൂമി, ഇടക്കൊച്ചിയിലെ പൊതു ശ്മശാനം. ഏകദേശം 12 വർഷത്തോളമായി ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് ഇന്ന് നിർമ്മാണമെല്ലാം പൂർത്തിയായി അതിൻ്റെ എല്ലാ നടപടികളും തീർന്നിരിക്കുകയാണ്. എന്നിരുന്നാലും മരിക്കുന്നവരെ അടക്കുവാനായിട്ട് ആ ക്രിമിറ്റോറിയം തുറന്നു കൊടുത്തിട്ടില്ല. ആരാണ് ഇതിന് ഉത്തരവാദികൾ? മെട്രോ 7 ന്യൂസ് അന്വേഷിക്കുന്നു. 12 വർഷത്തിലധികമായി നിർമ്മാണം ആരംഭിച്ച ഇടക്കൊച്ചിയിലെ ഗ്യാസ് ക്രിമിറ്റോറിയമാണ് പണി പൂർത്തീകരിച്ച് നൽകാതെ അധികാരികൾ അനാസ്ഥ കാണിക്കുന്നത്. ഇടക്കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ആയിരക്കണക്കിന് ഹൈന്ദവ സഹോദരങ്ങൾ ആശ്രയിക്കുന്ന ഏക ശ്മശാനമാണിത്. ക്രിമിറ്റോറിയത്തിനായി 8 ഗ്യാസ് സിലിണ്ടറുകൾ 3 ഫേസ് കണക്ഷൻ ഉൾപ്പെടെ സജ്ജമാക്കിയിട്ട് 2 വർഷത്തോളമായി. ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് 5 മാസം മുൻപ് സ്റ്റാഫിനെ നിയമിക്കാൻ കത്ത് നൽകിയിട്ടും ഫലമില്ലെന്ന് കൊച്ചി നഗരസഭാ കൗൺസിലർ പറയുന്നു. 8 ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ വെച്ചിട്ട് ഇപ്പോൾ 2 വർഷത്തിൻ്റെ അടുത്തായി. പിന്നെ ഒരു ഡെമോ പോലെ കാണിച്ചൊക്കെ തന്നതാണ് ഉദ്യോഗസ്ഥർ വന്നിട്ട്. ഇനി 3 ഫേസ് കണക്ഷൻ വേണമെന്ന് പറഞ്ഞ് KCB ആയിട്ട് കത്ത് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഏകദേശം 1 വർഷമൊക്കെ കഴിഞ്ഞ് 3 ഫേസ് കണക്ഷൻ എടുത്തിട്ട് ഇനി അതിന് ചെയ്യാൻ ഒരു സ്റ്റാഫിനെ വെക്കണമെന്നുള്ളൊരു കാര്യം പറഞ്ഞ് അതിന് സോണൽ ഓഫീസിൽ കത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 4-5 മാസത്തിലധികമായിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് പുതിയൊരാളെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിലവിലുള്ള ക്രിമിറ്റോറിയം വിറക് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ചിമ്മിണിയുടെ ഉള്ളിലൊക്കെ ഇടിഞ്ഞ് പ്ലാസ്റ്റിക് ഇതൊക്കെ പോയി കിടക്കണം, പ്ലാസ്റ്ററൊക്കെ പോയി കിടക്കണം. അതൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് തൊട്ടപ്പുറത്തിന് SC വിഭാഗത്തിൻ്റെ ഒരെണ്ണമുണ്ട്, അതിനൊരു ചൂള നിർമ്മിച്ച് കൊടുത്ത് ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ചെയ്ത് കഴിഞ്ഞതാണ്. അവിടെ 2 വെക്കുന്നുണ്ട്, വിറകിലുള്ളത് വെക്കുന്നുണ്ട്. പക്ഷേ ഗ്യാസ് ക്രിമിറ്റോറിയം ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അപ്പോൾ കൗൺസിലർ എന്നുള്ള നിലയിൽ അതിന് വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം അത് ഉദ്യോഗസ്ഥരോട്ട് കണ്ട് സംസാരിച്ച് എന്നോടൊരു കത്ത് കൊടുക്കാൻ പറഞ്ഞ് കത്ത് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മരണത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മറ്റൊരു മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള സൗകര്യം ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിച്ചത്. ഇത് തുറന്നു നൽകാത്തത് വിശ്വാസി സമൂഹത്തോടുള്ള അനീതിയാണെന്നും ക്രിമിറ്റോറിയം തുറന്നു കൊടുക്കാത്ത പക്ഷം സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഹിന്ദു ഐക്യവേദി പറഞ്ഞു. ഇതിനു മുമ്പ് 2022 ആ ഒരു കാലഘട്ടത്തിൽ പ്രക്ഷോഭ സമരങ്ങൾ നടത്തി. ഇതിന്റെ ചൂളയിൽ നിന്നും കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുകയും അതുമൂലം അവിടെ ശ്മശാനത്ത് നമ്മുടെ ദഹിപ്പിക്കലിന് വേണ്ടി നിൽക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ ദേഹത്ത് കോൺക്രീറ്റ് പാളികൾ വീഴുകയും ലാസ്റ്റ് അവർ ഹെൽമറ്റ് വെച്ച് നിന്ന് ദഹിപ്പിക്കുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാകുകയും കറണ്ട് കിട്ടുകയും അതേപോലെ ഗ്യാസിൻ്റെ ഇത് കിട്ടുകയും ചെയ്തിട്ടും ഇത് തുറന്നു കൊടുക്കാത്തത് കോർപ്പറേഷൻ അധികാരികളുടെ കെടുകാര്യസ്ഥത തന്നെയാണ്. ഈ സ്ഥലം ആളുകൾക്ക് ഉപയോഗപ്രദമാക്കാൻ വേണ്ടി MLAയുടെ ഫണ്ടിൽ നിന്നൊക്കെ വളരെ നല്ല രീതിയിൽ പൈസ കൊടുത്ത് ശരിയാക്കി ഇപ്പോൾ ഒരു ഗ്യാസിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. പക്ഷെ എന്നാലും അവിടെ തുറന്നു കൊടുത്തിട്ടില്ല. എത്രയും വേഗം ഈ സൗകര്യം അനുവദിച്ചു തന്നില്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. സ്ഥലപരിമിതി കൊണ്ട് പ്രദേശത്തെ ജനങ്ങൾ കൂടുതലായി ആശ്രയിക്കുന്ന ശ്മശാനത്തിൽ വിറകുപയോഗിക്കുന്നതിനാൽ ചെറിയ പുകക്കുഴലിൽ നിന്ന് ചാരം സമീപമുള്ള വീടുകളിലേക്ക് പറക്കുന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. MLAയും കൗൺസിലറും മാറി മാറി വന്നിട്ടും കൊച്ചിൻ കോർപ്പറേഷൻ അധികാരികളുടെ കെടുകാര്യസ്ഥത തുടരുന്നത് മരിച്ചവരുടെ മൃതദേഹത്തോട് ചെയ്യുന്ന അനാദരവാണെന്നും അതിവേഗം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത പക്ഷം സമരവുമായി മുന്നോട്ടു പോകുമെന്നും സംഘടനകൾ വ്യക്തമാക്കി. ഏകദേശം 15 വർഷമായിട്ട് ഇത് ഇപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഇപ്പോഴും പണിതിട്ടും പണിതീരാത്ത എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും ഇതേ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. ഇത്രയും വലിയ ബിൽഡിങ് ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, അതുപോലെ അതിൻ്റെ ഉദ്ഘാടനം നടത്തി അതിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. മരിച്ചവരുടെ ജഡം അതൊരു മാന്യമായിട്ട് സംസ്കരിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ ഒരു കടമയും ഒരു കടപ്പാടുമാണ്. പക്ഷേ ഇന്നത്തെ ഈ പരിസരം നോക്കിയാൽ നമുക്കറിയാം അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ഇതിന് ഉത്തരവാദി ആരാണെന്ന് വെച്ചാൽ ആരോടാ പറയുക? അധികാരികൾ ആരായാലും. നമ്മളിതൊരു രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഇത് ചെയ്തത് ഇത് നമ്മുടെ ജനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണ്ടേ? 2 MLAമാർ
മാറി മാറി വന്നു. ആദ്യത്തെ MLA വീണ്ടും വന്നു. പക്ഷേ ഇവിടെ അദ്ദേഹം പണി പൂർത്തിയാക്കിയ ഈ ശ്മശാനം അതിന് മാത്രം ശാപമോക്ഷമില്ല. കൊച്ചി നഗരസഭയ്ക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് അവകാശമുള്ളത്. പക്ഷേ കൊച്ചി നഗരസഭ എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല? കൊച്ചി നഗരസഭയിലെയും കൗൺസിലർമാരും മാറി മാറി വന്നു. അവരും ഇത് ചെയ്യുന്നില്ല. ചെയ്യേണ്ടവർ ചെയ്തില്ല എങ്കിൽ ജനം പ്രതികരിക്കുക തന്നെ ചെയ്യും. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സിംലേഷിനൊപ്പം റിഡ്ജൻ റിബല്ലോ. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി.